ഹലോ. അപ്പോൾ പുതിയൊരു അക്കാദമിക് ഇയറിലേക്ക് കടക്കണം അല്ലെ, പുതിയ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ എല്ലാവരും കടക്കാൻ പോവാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് വലിയ പ്ലാനിങ് ഒക്കെ ഉണ്ടാവും അല്ലെ. അടുത്ത വർഷം, കഴിഞ്ഞ വർഷം എന്തെന്നെ ആയാലും അടുത്ത വർഷം എനിക്ക് നന്നായി പഠിക്കണം, ഞാൻ കൃത്യമായി ഫോളോ ചെയ്യും, എല്ലാ ദിവസവും അന്നന്ന് പഠിക്കും, ഇങ്ങനെയുള്ള കുറച്ച് പ്രതിജ്ഞകൾ എല്ലാ സമയത്തും നമ്മൾ എടുക്കും. എന്നിട്ട് എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. ചില ആളുകൾ അത് കൺസിസ്റ്റന്റ് ആയി കൊണ്ടുപോയി അവസാനം വരേക്കും അത് കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എനിവേ ഞാൻ പറയുന്ന അതൊന്നല്ല. നമ്മൾ ഈ സ്കൂൾ പഠനം എന്നുള്ളതൊക്കെ പറയുമ്പോൾ പണ്ടത്തതുപോലെയൊന്നും അല്ല അല്ലെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പണ്ടുള്ളത് പോലെ അല്ല ഇപ്പോഴത്തെ പഠനവും അതുപോലത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ, അതിരുന്ന് വായിക്കുക എന്നുള്ളത്, ബാക്കിയുള്ള സമയത്ത് കിടന്നുറങ്ങുക എന്നുള്ളതിനപ്പുറത്ത് പിന്നെ കുറച്ച് എന്തെങ്കിലും പിന്നെ പാടത്തോ പിന്നെ അവിടെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കളിക്കുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ. പക്ഷെ ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? ഒരു വില്ലൻ ഉണ്ട്. എന്താണ്? നമ്മുടെ ഫോൺ അല്ലെ. അതുള്ളത് കൊണ്ട് തന്നെ, നമ്മുടെ പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കയ്യിലുള്ള ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ പഠനം എന്ന് പറയുന്നത് ഭയങ്കര ഇടങ്ങറാണ്. നമ്മളൊന്ന് ഇരുന്ന് വായിക്കാൻ തുടങ്ങും, കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതെന്തെയും ടിക് ടിക് വരും. അപ്പൊ നമ്മൾ അത് എടുത്ത് നോക്കും, ഒരു 2 സെക്കൻഡ് നോക്കിങ്ങനെ നോക്കാൻ തുടങ്ങും. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആലോചിക്കുക അല്ലെ, പഠനം ഉണ്ടായിരുന്നു, പിന്നെന്തായാലും സമയം കഴിഞ്ഞില്ല, ഇനി ഉറങ്ങിക്കളയാം എന്നൊക്കെ വിചാരിക്കും. ഇതൊക്കെ നമുക്ക് പൊതുവായിട്ട് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാലം മാറിയിട്ടുണ്ട്, മൊത്തം സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പഠനവും എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇങ്ങനെ മൊബൈൽ ഇല്ലാത്ത, ലാപ്ടോപ്പ് ഇല്ലാത്ത ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്കിനി പഠനവും എന്ത് ചെയ്യണം? ഇതിനെ കൂടി ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്ക് മാറ്റണം. നമ്മുടെ ഫോണിനെയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് യൂട്യൂബ് ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും, ഇൻസ്റ്റ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. ഇല്ലെങ്കിൽ മൊത്തം അലങ്കോലായി പോകും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി തരികയാണ്. ഇപ്പോൾ 8ാം ക്ലാസ്സിലേക്ക്, ഇനി അടുത്ത വർഷം 8ാം ക്ലാസ്സിലേക്ക് കടക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇയർ ലോങ് ആയിക്കൊണ്ട് അവരുടെ സ്കൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും സയൻസും മാത്സും വിഷയങ്ങൾ ഇയർ ലോങ് ആയി പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ ചെറിയ കണ്ടന്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു യൂട്യൂബ് ചാനലിൽ XandY ക്ലാസ് 8 NMMS എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് എന്താവും? നല്ല 8ാം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിൽ ജസ്റ്റ് ഇങ്ങനെ കുറെ ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കുക എന്നുള്ളതല്ല. ക്ലാസ് നിങ്ങൾക്ക് ഓൾറെഡി സ്കൂളിലൊക്കെ കിട്ടുന്നുണ്ടാവും. അതിനപ്പുറത്ത് സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്ന രൂപം, അതുപോലെ തന്നെ അതിന്റെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ്, അതേപോലെ മെന്റി ക്വിസുകൾ അല്ലെ. മെന്റി ക്വിസ് നമുക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നിരന്തരം നമുക്ക് യൂട്യൂബിലൂടെ ഡിസ്കസ് ചെയ്യുകയും ക്വിസ് നടത്തുകയും അതിന് വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുകയും സമ്മാനം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രൂപത്തിൽ നമുക്കൊരു ചാനൽ ഉണ്ട്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാവരും അതിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ ലിങ്ക് ഒക്കെ താഴെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ 8ാം ക്ലാസ്സിലേക്ക് അടുത്ത വർഷം പോകുന്ന എല്ലാവരും അത് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിലുള്ള ഷോർട്സും മറ്റു കാര്യങ്ങളും എല്ലാം നിരന്തരമായി ഫോളോ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു വർഷം അടിപൊളിയായി പഠിക്കണം. ഓക്കെ, അത് ഒരു ബോറിംഗ് ആയി കുറെ ഒരു മണിക്കൂർ 2 മണിക്കൂറുള്ള ക്ലാസ്സുകൾ എന്നതിനപ്പുറത്ത് വളരെ രസകരമായി പഠിക്കാനുള്ള എല്ലാ എലമെന്റ്സും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുള്ള വീഡിയോസും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. ഈ ഒരു വർഷം നമുക്കറിയാം USSഉം NMMS അതുപോലെയുള്ള പിന്നെ എക്സാമിന്റെ സമയത്ത് നമ്മൾ വളരെ രസകരമായി പിന്നെ പഠിക്കാറുണ്ട്. പല കുട്ടികളോട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് USSന്റെ കോച്ചിങ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് വളരെ ചെറിയ സമയത്തിനുള്ള ഒരുപാട് പഠിപ്പിക്കുന്ന ആ ഒരു രീതി വളരെ ഇഷ്ടമായി എന്നൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു രൂപം നമ്മൾ USSന് വേണ്ടി 1-2 മാസം പഠിച്ചില്ലേ, അതേ ആവേശത്തിൽ അതേ രസകരമായ രൂപത്തിൽ നമുക്കൊരു ഇയർ ലോങ് പഠിക്കാനുള്ള ഒരു അവസരമാണ് XandY ലേണിംഗ് ഫ്രീ ആയി നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. അപ്പോ ഈ ഒരു ചാനൽ നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ NMMSന്റെ ആ ഒരു സമയമൊക്കെ വരുമ്പോൾ അതിനുള്ള കണ്ടന്റ്സും NMMSന് വേണ്ടിയുള്ള കോച്ചിങ്ങും ഒക്കെ ഈ ഒരു ചാനലിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാം ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? ആ ചാനലിൽ കാണാം.